പുതുചരിത്രം എഴുതി നാസയുടെ സൂര്യപര്യവേഷണ വാഹനമായ പാർക്കർ സോളാർ പ്രോബ് സൂര്യന് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വാഹനമായി മാറി. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് 6.1 ദശലക്ഷം കിലോമീറ്റർ ദൂരത്തിനുള്ളിലേക്ക് കുതിച്ച പാർക്കർ സോളാർ പ്രോബ്. സൂര്യപര്യവേക്ഷണ വാഹനമായ പാർക്കർ സോളാർ പ്രോബ് സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വാഹനമായി മാറി. മണിക്കൂറിൽ 6,92,000 കിലോമീറ്റർ എന്ന അപൂർവ വേഗതയിലാണ് സോളാർ പ്രോബ് സഞ്ചരിച്ചത്. ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച ഏറ്റവും വേഗമേറിയ മനുഷ്യനിർമ്മിതി എന്ന നേട്ടവും പാർക്കർ സോളാർ പ്രോബ് സ്വന്തമാക്കി. വാഹനം സുരക്ഷിതവും പ്രവർത്തനക്ഷമവുമാണെന്ന ഗ്രീൻ ബീക്കൺ സന്ദേശം ലഭിച്ചുവെന്ന് നാസ വ്യക്തമാക്കി. We got back a green beacon from the Parker Solar Probe spacecraft indicating that it successfully completed humanity's closest approach to a star. സൂര്യന്റെ കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഈ നേട്ടം സോളാർ പ്രോബ് സ്വന്തമാക്കിയിരിക്കുന്നത്. 980 ഡിഗ്രി സെൽഷ്യസോളം ചൂട് പേടകം അതിജീവിച്ചു. സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയെക്കുറിച്ചും സൗരവാതത്തിന്റെ ഉത്ഭവത്തിനെക്കുറിച്ചും പഠിക്കുവാനാണ് സോളാർ പ്രോബ് വിക്ഷേപിച്ചത്. സൗരവാതത്തിന്റെ അസ്തിത്വം ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനായ യുജീൻ പാർക്കറുടെ പേര് നൽകിയ ഈ പേടകം 2018 വിക്ഷേപിച്ചത്. 21 തവണ സൂര്യന് അടുത്തെത്തിയിട്ടുണ്ട്. കനത്ത കാർബൺ പുറംചട്ടം കൊണ്ട് നിർമ്മിച്ച പേടകം കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.